JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 10-ാം ഉദയത്തെക്കുറിച്ചാണ്. 10-ാം ഉദയം എന്ന് പറയുമ്പോൾ മേടമാസം 10-ാം തീയതി എന്നാണല്ലോ സാധാരണ നമ്മൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. 10-ാമത്തെ ഉദയം. ഈ മേടമാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യൻ മേടൻ രാശി വരുമ്പോൾ അതിന് ഉച്ചരാശി സ്ഥിതി വരികയാണ്. മേടം 10-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യൻ അത്യുച്ചത്തിൽ വരുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരുടെയും ജാതകത്തിൽ അനുകൂലമായിട്ട് 3-ാം ഭാവത്തിലോ 6-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കുറേ അനുഭവങ്ങൾ തരും. കാരണം സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, പിതാവുമായിട്ടുള്ള ബന്ധം, പിതാവിൻ്റെ സ്ഥിതിയെ, ജീവിതത്തിലെ ഉയർച്ച, മെച്ചം, പുരോഗതി, അതുപോലെ സ്ഥാനമാനങ്ങൾ, ധനലാഭം, ഇതെല്ലാം ആദിത്യൻ അനുകൂലമാണെങ്കിൽ പലർക്കും ലഭിക്കും. അപ്പോൾ ഈ വിഷുവിന് മേടം 10-ാം തീയതി എന്ന് പറയുന്നത് ആദിത്യൻ്റെ അത്യുച്ച സ്ഥിതി ആയതുകൊണ്ട് തന്നെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം 3, 6, 10, 11 ഭാവങ്ങളിലായിട്ട് സൂര്യൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല അനുഭവം പ്രദാനം ചെയ്യും. ഈ വീഡിയോയിൽ പറയുന്നത് സൂര്യൻ്റെ ആ ഒരു സ്ഥിതിയും, അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാസ്തു സംബന്ധമായ കാര്യത്തിൽ വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയം അല്ലെങ്കിൽ വാസ്തു മുഹൂർത്തം എന്ന നിലയിലൊക്കെ ഒരു വർഷത്തിൽ 8 മാസത്തിലെ ഓരോ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ മേടം 10 എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തു മുഹൂർത്തം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും, അതുപോലെ തന്നെ 3, 6, 10, 11 ഭാവത്തിൽ ആദിത്യൻ വരുന്നവരെ സംബന്ധിച്ചുള്ള ഗുണമെന്താണെന്നും, ഈ വർഷത്തെ 10-ാം ഉദയം എന്ന് പറയുന്നത് ഡിഗ്രി അനുസരിച്ച് 10 ഡിഗ്രിയിൽ എത്തുമോ എന്നുള്ളതുമായിട്ടുള്ള, അതായത് അറിയേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സൂര്യൻ 1-ാം തീയതി മുതൽ തന്നെ ഉച്ചരാശിയിൽ മുന്നോട്ട് പോകുമ്പോൾ 10-ാം തീയതി ആകുമ്പോഴാണ് അത് അത്യുച്ചത്തിലേക്ക് വരുന്നത്. 1200 മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തിൽ മേടരവി സംക്രമം നടന്നു. കാരണം ഈ സംക്രമ സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാത്രി 3:21 അപ്പോൾ അതിന് ശേഷമുള്ള ഉദയം എന്ന് പറയുന്നത് വിഷുവായിട്ട് വന്നു, മേടം 1 വന്നു. അങ്ങനെ 10-ാമത്തെ ദിവസം എന്ന നിലയിൽ 23-ാം തീയതി ബുധനാഴ്ചയാണ് 10-ാം ഉദയമായിട്ട് വരുന്നത്. എന്നാൽ ഡിഗ്രി നോക്കുമ്പോൾ അതിന് 10-ാം ഉദയം 10-ാമത്തെ ഉദയമായിട്ട് വരുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഈ 3, 6, 10, 11 ഭാവത്തിലെ ആദിത്യൻ്റെ സ്ഥിതി അനുസരിച്ചുള്ള ചില ഫലങ്ങൾ ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നോക്കാം. 4 രാശിയല്ലേ വരത്തുള്ളൂ. 3-ാം ഭാവത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിക്കാർക്ക്, അതായത് അവിട്ടത്തിൻ്റെ 3, 4 പാദം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും അവർക്ക് 3-ാം ഭാവത്തിൽ വരും. അപ്പോൾ 3-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ, ഉച്ചരാശിയാണല്ലോ, അപ്പോൾ സൂര്യൻ വരുമ്പോൾ സാമ്പത്തികമായ ലാഭം, അതായത് ധനലാഭം, ശത്രുനാശം, സ്ഥാനലബ്ധി, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് നമുക്ക് ചുരുക്കി പറയാൻ പറ്റുന്നത്. വിശദീകരിക്കുമ്പോൾ വേണമെങ്കിൽ ഇത് തന്നെ വേണമെങ്കിൽ 1 മണിക്കൂറോ 1/2 മണിക്കൂറോ 10 മിനിറ്റോ ഒക്കെ സംസാരിക്കാം. പക്ഷെ കാര്യങ്ങൾ മനസ്സിലായി, അത്ര തന്നെ. ഇനി 6-ാം ഭാവത്തിൽ സൂര്യൻ വരുന്നവരെന്ന് പറയുമ്പോൾ വൃശ്ചികൻ രാശിക്കൂറുകാരാണ്. വൃശ്ചികൻ രാശിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ വിശാഖത്തിൻ പാദക്കാർ, അനിഴം, കേട്ട നക്ഷത്രക്കാർ, ഇവരാണല്ലോ വൃശ്ചികം. അപ്പം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം 6-ാം ഭാവത്തിലാണ് ആദിത്യൻ വരുന്നത്. അപ്പോൾ 6-ൽ ആദിത്യൻ വരിക എന്ന് പറയുമ്പോൾ രോഗം, ശത്രു എന്നീ ഭാവങ്ങളുടെയൊക്കെ പ്രത്യേകതയാണ് 6-ന് പറയുന്നത്. അപ്പോൾ രോഗം, ശത്രു എന്നിവയ്ക്ക് നാശമുണ്ടാകുക, ദുഃഖത്തിന് ശമനം വരിക, പ്രയാസങ്ങളൊക്കെ മാറി ശത്രുക്കളൊക്കെ ഇല്ലാതായി രോഗമൊക്കെ മാറി വരുന്ന ഒരു അവസ്ഥ, അതാണ് 6-ാം ഭാവത്തിൽ ആദിത്യൻ ബലവാനായി നിന്നാലുള്ള ഗുണം. അതുപോലെ സാമ്പത്തികമായ മെച്ചം, ഇതാണ് ചുരുക്കി പറയുമ്പോൾ ഉള്ള ഫലങ്ങൾ. ഇനി ആദിത്യൻ 10-ാം ഭാവത്തിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിക്കാരാണ്. കർക്കിടകൻ രാശിക്കാരെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ കർക്കിടക ലഗ്നവും, ഇത് രാശിയും ലഗ്നവും ഒരുപോലെ തന്നെ കണക്കൂട്ടിക്കൊള്ളുക. കർക്കിടക ലഗ്നം എന്ന് പറയുമ്പോൾ പൂണാർദത്തിൻ്റെ 4-ാം പാദം പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരാണല്ലോ കർക്കിടക ലഗ്നക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ കർക്കിടക ലഗ്നക്കാർക്കും 10-ാം ഭാവത്തിൽ
ആദിത്യൻ ഉച്ചരാശിയിൽ പ്രത്യേകിച്ച് മേടം 10 അത്യുച്ചത്തിൽ വരിക എന്ന് പറയുമ്പം സർവകാര്യ ജയം എന്നാണ് ഒറ്റ വാക്കി പറയാൻ. അതായത് കർമ്മസ്ഥാനമാണ് 10-ാം ഭാവം. എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരിച്ചാൽ അതിന് ഗുണമുണ്ടാകും എന്നാണ്. കർമ്മഗുണം, അതാണ് സർവകാര്യ ജയം എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നു. ഇനിയും സൂര്യൻ 11-ാം ഭാവത്തിൽ വരുന്നത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാരെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന പാദക്കാരും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദക്കാരും. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിക്കൂറുകാർക്ക് സ്ഥാനലബ്ധിയും ഐശ്വര്യവും ശുഭകർമ്മങ്ങൾക്ക് മേന്മയും രോഗശമനവും ഇതൊക്കെയാണ് പറയുന്നത്. 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ്. അപ്പം എന്തായാലും ഈ 10-ാം ഉദയത്തിനു മുമ്പ് സാമ്പത്തികമായ ലാഭം ഉണ്ടാകും. ഇനി 10-ാം ഉദയം എന്ന് പറഞ്ഞത് 10, 11 ദിവസങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 1-ാം തീയതി മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ സാമ്പത്തികമായ മെച്ചമുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ പൈസ ലഭിക്കാൻ ഇരുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകും. ലാഭമാണ്. അത് പല കാര്യത്തിലും ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ 11-ാം ഭാവത്തിലെ 11-ൽ ആദിത്യൻ ജാതകത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ആയുസ്സിനെ വരെ സൂചിപ്പിക്കാറുണ്ട്. 11-ൽ ആദിത്യൻ നിൽക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മേടം പോലെയുള്ള രാശികളിൽ. അപ്പം 3, 6, 10, 11 ഭാവത്തിൽ ലഗ്നത്തിലായാലും രാശിയിലായാലും ചന്ദ്രനാണ് ബലമെങ്കിൽ ചന്ദ്രരാശി അനുസരിച്ച് നോക്കാം, ലഗ്നത്തിനാണ് ബലമെങ്കിൽ ലഗ്നം അനുസരിച്ച് നോക്കാം. ഈ ഭാവത്തിൽ 3, 6, 10, 11 ഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നവർക്ക് ജാതകത്തിൽ സൂര്യൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ, ഇഷ്ടഭാവത്തിലാണെങ്കിൽ വളരെ നല്ല പ്രയോജനമുള്ള സമയമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇനി ആദിത്യൻ ജാതകത്തിൽ വളരെ മോശമാണ്, അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങളും മോശമാണെങ്കിൽ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ചില രാശിക്കാരെ സംബന്ധിച്ച് മറ്റു ഗ്രഹങ്ങൾ വ്യാഴവും ശനിയൊക്കെ അല്പം മോശമാണെങ്കിൽ അല്പം വരുമാനം പോലെ തന്നെ ഇച്ചിരി ചിലവും ഉണ്ടാകാം എന്നത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. ഈ 10-ാം ഉദയം എന്നതിനെ സംബന്ധിച്ചുള്ള ജ്യോതിഷപരമായ ചില കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഈ വാസ്തുമുഹൂർത്തം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി പറയാം. അതായത് ഏപ്രിൽ 14-നാണല്ലോ മേടം 1-ാം തീയതിയും വിഷുവുമായിട്ട് വന്നത്. അത്യുച്ചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ 9 ഡിഗ്രി കഴിഞ്ഞ് 9 ഡിഗ്രി 59 കല വരെയുള്ള സമയമാണ് 10 ഡിഗ്രി പൂർത്തിയാകുന്നത്. ഈ 10 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് അത്യുച്ചത്തിൽ വരുന്നത്. അതായത് 9 ഡിഗ്രി കഴിയുമ്പോൾ മുതൽ 10 ഡിഗ്രി തുടങ്ങും. 9 ഡിഗ്രി 59 കല വരെയുള്ള സമയമാണ് ഈ 10-ാമത്തെ ഡിഗ്രി എന്ന്. 10 ഡിഗ്രി പൂർത്തിയായി പിന്നീട് വരുന്നത് 10 ഡിഗ്രി കഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഈ സമയമാണ് ഈ അത്യുച്ചത്തിൽ വരിക എന്ന് പറയുന്നത്. അതാണ് ഡിഗ്രി കണക്കായിട്ട് പറയുന്നത്. ഈ ഡിഗ്രി കണക്കെന്ന് പറഞ്ഞാൽ ഒരു ഭ്രമണപഥം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ 12 ഭാഗിക്കുന്നു. 12 രാശിയാണല്ലോ ഉള്ളത്. അപ്പോൾ ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിട്ട് വരും. ഈ 30 ഡിഗ്രിയിൽ ആദ്യത്തെ 10 ഡിഗ്രി കണക്കാക്കുന്നതാണ് ഈ മേടം 1 മുതൽ 10 വരെയുള്ള ആ ഒരു ദിവസങ്ങളെ സൂചിപ്പിക്കുന്നത്. ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ 1 മുതൽ 10 വരെ ഡിഗ്രിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഡിഗ്രി കണക്ക് വെച്ച് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. കാരണം 31 ദിവസമുണ്ട് ഈ മേടമാസം. 30 ഡിഗ്രിയേ ഉള്ളൂ, 31 ദിവസമുണ്ട്. അപ്പോൾ ഒരു ദിവസം 1 ഡിഗ്രി പൂർണ്ണമായി വരുന്നില്ല എന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ രാത്രിയിൽ, അതായത് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 രവി സംക്രമം നടന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 14-ാം തീയതി രാത്രി 5:30 ഈ 5:30 കണക്കാക്കിയാണ് സാധാരണ പഞ്ചാംഗങ്ങളിൽ ഗ്രഹസ്ഫുടങ്ങൾ കൊടുക്കുന്നത്. അതൊരു സൗകര്യത്തിന് വേണ്ടിയാണ് 5:30 ചേർത്തിരിക്കുന്നത്. കാരണം സൂര്യോദയം ഓരോ സ്ഥലത്തും പല സമയമായിട്ട് വരാം. അപ്പോൾ ഗ്രീനിച്ചിൻ്റെ സമയം അനുസരിച്ച് ഒരു 5:30 എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ 5:30 സൂര്യൻ സഞ്ചരിച്ചത് വെറും 5 കലയാണ്. എന്ന് പറഞ്ഞാൽ 60 കലയാണ് 1 ഡിഗ്രി. അതിൽ 5 കല മാത്രമേ ഈ ഏപ്രിൽ 14-ാം തീയതി രാത്രി 5:30 സൂര്യൻ്റെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ആചാരവിധി പ്രകാരം
10ാമത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെയാണ് 10ാം ഉദയമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതായത് ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് വിശേഷമായ പല കാര്യങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നത് അത്തരത്തിൽ തന്നെ കണക്ക് കൂട്ടിയ. പക്ഷെ 10ാമത്തെ ദിവസം സൂര്യോദയത്തിന് 10 ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം 10ാമത്തെ ദിവസം തന്നെയാണ് ക്ഷേത്രത്തിൽ 10ാം ഉദയമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷെ 10ാം ഉദയം എന്ന് പറയുന്നത് 10ാമത്തെ ദിവസം സൂര്യോദയ സമയത്ത് 10 ഡിഗ്രിയിൽ എത്തിയോ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. മേടമാസം 10ാം തീയതി ബുധനാഴ്ച രാവിലെ 5:30 എടുക്കുമ്പോൾ 8 ഡിഗ്രി 53 കലയാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതി. മേടമാസം 10ാം തീയതി ബുധനാഴ്ച സൂര്യോദയത്തിന് മുമ്പുള്ള സമയം, അതായത് 5:30. അങ്ങനെ എടുക്കുമ്പോൾ 8 ഡിഗ്രി 53 കലയിൽ എത്തുമ്പോൾ 9 ഡിഗ്രി കഴിഞ്ഞ് 10 ഡിഗ്രിയിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണെന്ന് അറിയണമല്ലോ. കാരണം 9 ഡിഗ്രി കഴിഞ്ഞ് ഒരു കലയെങ്കിലും ആകുമ്പോൾ മാത്രമേ 9 ഡിഗ്രി കഴിഞ്ഞ് 10ാമത്തെ ഡിഗ്രിയിലേക്ക് കടക്കുന്നുള്ളൂ. ആ സമയം എന്ന് പറയുന്നത് രാവിലെ 8:20. അപ്പോൾ 8:21 10ാമത്തെ ഡിഗ്രിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യോദയം എന്ന് പറയുന്നത്, ഇപ്പം അടൂര് പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ അടൂക്കാരെ സംബന്ധിച്ചിടത്തോളം 6:14 സൂര്യോദയം. അപ്പോൾ ഇനി ഏത് സമയമായാലും, ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അല്ലെങ്കിൽ ഏത് സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ എടുത്താലും ഈ 8:21 സൂര്യോദയം വരുന്നതേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യോദയത്തിന് 10ാമത്തെ ഉദയമല്ല, 10ാമത്തെ ഡിഗ്രി വരുന്നില്ല. ദിവസം നോക്കുമ്പോൾ 10. അത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ബുധനാഴ്ച സൂര്യോദയത്തിന് 10 ഡിഗ്രി ഇല്ല. പിറ്റേ ദിവസം രാവിലെ 9:10 വരെയുള്ള സമയത്ത് 10 ഡിഗ്രി പൂർത്തിയാവുകയും ചെയ്യും. അതായത് ബുധനാഴ്ച രാവിലെ 8:21 മുതൽ വ്യാഴാഴ്ച രാവിലെ 9:10 വരെ 10 ഡിഗ്രി പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പോൾ 10ാമത്തെ ഉദയം എന്ന് പറയുന്നത് 10 ഡിഗ്രി പൂർത്തീകരിക്കുന്ന ഉദയം എന്ന് പറയുന്നത് പിറ്റേ ദിവസം. അപ്പം ഞാനീ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ആചാരങ്ങളോ 10ാം ഉദയം വ്യത്യാസമോ എന്നുള്ള ഒരു രീതിയല്ല. 10ാമത്തെ ദിവസം 10ാം ഉദയം, അതാണ് ആചാരം. ഞാനീ പറഞ്ഞത് ഏപ്രിൽ 23-ാം തീയതി ബുധനാഴ്ചയും 24-ാം തീയതി വ്യാഴാഴ്ചയും പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്യുച്ചത്തിൽ തന്നെയാണ് ആദിത്യൻ നിൽക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ 2 ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വാസ്തു മുഹൂർത്തത്തിലേക്ക് കടക്കുമ്പോൾ, വാസ്തു മുഹൂർത്തം എന്ന് പറയുന്നത്, വാസ്തുപുരുഷൻ ഒരു വർഷത്തിൽ 8 മാസം ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണർന്നിരിക്കുന്നു എന്നാണ് ഒരു സങ്കല്പം. അത് അസ്ട്രോളജി അനുസരിച്ചുള്ള കാര്യമല്ല, വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള കാര്യം. അത് ഏതൊക്കെ ദിവസമാണെന്ന് ചോദിച്ചാൽ, മേടം 10ാം തീയതി 5ാമത്തെ നാഴികയ്ക്ക്, അതായത് സൂര്യോദയം മുതൽ 5ാമത്തെ നാഴിക മുതൽ 3:45 നാഴിക വരെ, ഇതാണ് ഓരോ മാസത്തിലെ ഓരോ ദിവസത്തെയും ആവറേജ് ഗണം. അപ്പം 3:45 നാഴിക വാസ്തുപുരുഷൻ ഉണർന്നിരിക്കും എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. അപ്പം 5 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ വരും. അപ്പം 3:45 നാഴിക എന്ന് പറഞ്ഞാൽ 2.5, 1.25, 3:45, അതായത് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 90 മിനിറ്റ് സമയം. അപ്പോൾ ഈ ഓരോ ദിവസവും, അത് മേടം 10, ഇടവം 21-ാം തീയതി, കർക്കിടകം 11, ചിങ്ങം 6, തുലാം 11, വൃശ്ചികം 8, മകരം 12, കുംഭം 20. ഇത്രയും ദിവസങ്ങളാണ്, ഈ 8 ദിവസങ്ങളാണ് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയം. ഈ കോൺമാസമായിട്ട് വരുന്ന മീനമാസം, മിഥുനമാസം, ധനുമാസം, കന്നിമാസം, ഈ 4 മാസം വാസ്തുപുരുഷനെ സംബന്ധിച്ചുള്ള സമയമൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വാസ്തുപുരുഷൻ്റെ മുഹൂർത്തം പറയുന്നത് തന്നെ ഗ്രഹാരംഭത്തിന് നല്ലത് വീട് പണിയാൻ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കാൻ ഏറ്റവും നല്ല ദിവസം. അത് ഈ പറഞ്ഞ 4 മാസങ്ങളിൽ, മിഥുനമാസവും മീനമാസവും കന്നിമാസവും ധനുമാസവും നല്ല മാസങ്ങളല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് വാസ്തുപുരുഷൻ ബാക്കിയുള്ള 8 മാസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണർന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സമയവും മുഹൂർത്തവും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. കാരണം ഇതൊക്കെ ആരെങ്കിലും ഇപ്പോൾ വാസ്തുമുഹൂർത്തമാണ്, നമുക്ക് വീട് പണി തുടങ്ങാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതല്ല, മേടം 10ാം തീയതി 5 നാഴികയാകുമ്പോൾ വാസ്തുപുരുഷൻ ഉണർന്നു തുടങ്ങും. 1.5 മണിക്കൂറാണ്. അപ്പോൾ ഈ 5 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ.
ഇത് എപ്പോഴാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തെ സൂര്യോദയം കണക്കാക്കി. ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ സൂര്യോദയം മേടം 10-ാം തീയതി 6:14 6:15 മുമ്പ് തന്നെ സൂര്യോദയ സമയം, അന്നേരം മുതൽ 2 മണിക്കൂർ, അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും സൂര്യോദയം വ്യത്യാസപ്പെട്ടിരിക്കും. ആ വ്യത്യാസമനുസരിച്ച് 2 മണിക്കൂർ തികയുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ 1.5 മണിക്കൂർ സമയമാണ് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്നത്. ഇടവം 21-ാം തീയതി 8 നാഴിക, അതായത് സൂര്യോദയം മുതൽ 3 മണിക്കൂർ 12 മിനിറ്റിന് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കും. 1.5 മണിക്കൂർ സമയമാണ് അത് മുതൽ. കർക്കിടകം 11-ാം തീയതി 2-ാമത്തെ നാഴികയ്ക്ക്, അതായത് സൂര്യോദയം മുതൽ 48 മിനിറ്റ് കൂട്ടിയാൽ മതി. ഈ 48 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ. ചിങ്ങം 6-ാം തീയതി 21-ാമത്തെ നാഴിക എന്നാണ് പറയുന്നത്. അതായത് സൂര്യോദയം മുതൽ 8 മണിക്കൂറും 24 മിനിറ്റും ചേരുന്നത് എപ്പോഴാണോ, സൂര്യോദയം മുതൽ 8 മണിക്കൂറും 24 മിനിറ്റും ചേരുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ 1.5 മണിക്കൂർ സമയം. തുലാം 11-ന് 2-ാമത്തെ നാഴിക തന്നെയാണ്. അതായത് അപ്പോൾ 2 നാഴിക എന്ന് പറയുമ്പോൾ സൂര്യോദയം മുതൽ 48 മിനിറ്റ് തികയുന്ന സമയം മുതൽ 1.5 മണിക്കൂർ. വൃശ്ചികം 8-ന് 10-ാമത്തെ നാഴിക എന്നാണ് പറയുന്നത്. 10 നാഴിക എന്ന് പറയുന്നത് 4 മണിക്കൂർ. അപ്പോൾ വൃശ്ചികം 8-ാം തീയതി സൂര്യോദയം എത്ര മണിക്കാണോ അന്നേരം മുതൽ 4 മണിക്കൂർ തികയുന്ന സമയത്ത് വാസ്തുപുരുഷൻ ഉണർന്ന് 1.5 മണിക്കൂർ സമയം ഇരിക്കും. മകരം 12-ാം തീയതി 8-ാമത്തെ നാഴികയ്ക്കാണ് വാസ്തുപുരുഷൻ ഉണരുന്നത്. 8-ാമത്തെ നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞ് 12 മിനിറ്റ് മുതൽ, അതായത് 2.5 നാഴിക 1 മണിക്കൂർ എന്ന കണക്കിന് 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 7.5 നാഴിക, പിന്നെ വരുന്ന അര നാഴിക എന്ന് പറയുന്നത് 12 മിനിറ്റ്. അതാണ് 3 മണിക്കൂർ 12 മിനിറ്റ് സൂര്യോദയം മുതൽ കണക്കാക്കുമ്പോൾ എപ്പോഴാണോ എത്തുന്നത് ആ സമയം മുതൽ 1.5 മണി. കുംഭം 20-ാം തീയതി 16 നാഴികയാണ് പറയുന്നത്. അതായത് സൂര്യോദയം മുതൽ 6 മണിക്കൂറും 24 മിനിറ്റും എപ്പോൾ തികയുമോ ആ സമയം. കാരണം 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പോൾ 5 നാഴിക 2 മണിക്കൂർ. അങ്ങനെ 15 നാഴിക എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ വരും. അത് കഴിഞ്ഞ് വരുന്ന 1 നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. അപ്പോൾ 6 മണിക്കൂറും 24 മിനിറ്റും സൂര്യോദയം മുതൽ എത്ര മണിക്കാണോ എത്തുന്നത് ആ സമയം മുതൽ 1.5 മണിക്കൂർ സമയം വാസ്തുപുരുഷൻ ഉണർന്നിരിക്കും. ഇങ്ങനെ 3.25 നാഴിക അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം വാസ്തുപുരുഷനെ സംബന്ധിച്ച് പറയുമ്പം ഈ 1.5 മണിക്കൂർ സമയവും ഇതിന് ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ 90 മിനിറ്റിൽ 5 കാര്യങ്ങൾ വാസ്തുപുരുഷൻ ചെയ്യും. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 3/4 നാഴിക വീതം 5 കാര്യം. 1/4 3/4, അതാണ് ഈ 3/4 നാഴിക. ഈ 3/4 നാഴിക എന്ന് പറഞ്ഞാൽ 18 മിനിറ്റ്. അപ്പോൾ ആദ്യത്തെ 18 മിനിറ്റ് സമയം ദന്തശുദ്ധിയാണ്. അതായത് വാസ്തുപുരുഷൻ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 18 മിനിറ്റ് സമയം പല്ല് തേയ്ക്കുന്നു. 2-ാമത്തെ 18 മിനിറ്റ് സ്നാനമാണ്, കുളി. 3-ാമത്തെ 18 മിനിറ്റ് പൂജയാണ്. അങ്ങനെ 3-18 കഴിഞ്ഞു. അതായത് 18 മിനിറ്റ് വീതം 3 ഘട്ടം കഴിഞ്ഞു. 4-ാമത്തെ 18 മിനിറ്റ് എന്ന് പറയുന്നത് ഭോജനമാണ്, ഭക്ഷണം കഴിക്കുന്നത്. 5-ാമത്തെ 18 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം താമ്പൂല ധാരണം നടത്തുക എന്ന് പറഞ്ഞാൽ വെറ്റ മുറുക്കുക. അപ്പം ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾക്കും ഉള്ള സമയം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അതായത് പല്ല് തേക്കുന്ന സമയം, കുളിക്കുന്ന സമയം, പൂജ ചെയ്യുന്ന സമയം. അങ്ങനെ 18-ൻ്റെ 3 ഘട്ടങ്ങൾ ഉപേക്ഷിക്കണം. പിന്നീട് വരുന്ന 2 ഘട്ടം, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയവും താമ്പൂലം അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന സമയവും, ഈ 2 സമയം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് 18 × 3 54 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറാണല്ലോ വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയം, 90 മിനിറ്റ് സമയം. ഈ 90 മിനിറ്റിൽ ആദ്യത്തെ 3 കാര്യങ്ങളുടെ 18 മിനിറ്റ് വീതമുള്ള 54 മിനിറ്റ് ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. അതിന് ശേഷം വരുന്ന ഭോജനവും താമ്പൂലവും വെറ്റില മുറുക്കും ഭക്ഷണം കഴിക്കുന്നതുമായ
രണ്ട് കാര്യങ്ങൾക്ക് 36 മിനിറ്റ് വരും. 18, 18, 36. ഈ സമയം വാസ്തുപുരുഷൻ്റെ സ്ഥിതി അനുസരിച്ച്, മുഹൂർത്തമനുസരിച്ച് ഏറ്റവും ഉത്തമം എന്നാണ്. അതായത് ഈ സമയത്ത് ഗ്രഹാരംഭം നടത്താൻ ഏറ്റവും ഉത്തമമാണ്. ഈ 8 മാസം, ഈ പറഞ്ഞ 8 ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയങ്ങൾ കണക്ക് കൂട്ടിയെടുത്ത് നിങ്ങൾക്ക് സമയം നിശ്ചയിക്കാം. ആരുടെയും പുറകെ പോകണ്ട. ഇനി ഉദാഹരണമായിട്ട് ഈ മേടം 10-ാം തീയതിയിലെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെങ്കിൽ വിചാരിച്ചോളൂ. ഉദാഹരണം പറയാം. മേടം 10-ാം തീയതി 5 നാഴികയാണ് പറയുന്നത്. 5-ാമത്തെ നാഴികയ്ക്ക് വാസ്തുപുരുഷൻ ഉണരും. 5-ാമത്തെ നാഴിക എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ. അപ്പോൾ സൂര്യോദയം, ഇപ്പോൾ അടൂർ ദേശത്ത് സൂര്യോദയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ 6:14. 6:14 2 മണിക്കൂർ കൂട്ടുമ്പോൾ 8:14 വരും. ഈ 8:14 മുതൽ 1.5 മണിക്കൂർ സമയമാണ് വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്നത്. അതായത് 90 മിനിറ്റ്. ഇതിൽ ആദ്യത്തെ 54 മിനിറ്റ് എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഒന്ന് ദന്തധാവനം, പല്ല് തേക്കുന്ന സമയം, അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയം, പൂജ ചെയ്യുന്ന സമയം. ഈ 3 സമയവും 18 മിനിറ്റ് വീതം വരുമ്പോൾ ഈ 54 മിനിറ്റ് ഉപേക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ 8:14 കൂടെ ഈ 54 മിനിറ്റ് കൂടി അങ്ങ് ചേർക്കുക. ചേർക്കുമ്പോൾ എത്ര വരും? 9 മണി 8 മിനിറ്റ് വരും. അപ്പോൾ 9 മണി 8 മിനിറ്റ് വരെ കൊള്ളത്തില്ല. അതിന് ശേഷമുള്ള 18, 18, 36 മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ 9 മണി 9 മിനിറ്റ് മുതൽ 9 മണി 44 മിനിറ്റ് വരെയുള്ള സമയം ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ വാസ്തു മുഹൂർത്തമനുസരിച്ച് ഗ്രഹാരംഭത്തിന് പറ്റിയ സമയം എന്നാണ്. ഇനി ജ്യോതിഷപ്രകാരം ഇതേറ്റവും നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 8 ദിവസങ്ങളും തിഥി, ആഴ്ച, നക്ഷത്രം, ഈ 3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ചൊവ്വാഴ്ചയാകാം, ശനിയാഴ്ചയാകാം, അതുപോലെ ആയില്യമോ ഭരണിയോ അതുപോലെ ഒന്നിനും ഉപയോഗിക്കാത്ത, ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ദിവസമാകാം. അപ്പോൾ ആഴ്ചയും തിഥിയും നക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ദിവസമായിട്ടാണ് വരുന്നത് എങ്കിൽ എൻ്റെ അഭിപ്രായമനുസരിച്ച് ഈ വാസ്തു മുഹൂർത്തം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത് പഴയ കാലത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഉച്ചരാശിയിലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ മാസത്തെയും ചില പ്രത്യേക ദിവസങ്ങൾ കണക്കുകൂട്ടി ഒരു എളുപ്പ വഴിക്ക് വേണ്ടി നല്ലതാക്കി ശുഭകാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് നല്ല ഒരു ദിവസമാണ് ഈ വരുന്ന ദിവസം എന്ന് വിചാരിക്കുക. അതായത് മേടം 10-ാം തീയതി എന്ന് പറയുന്ന ദിവസം നല്ല ഒരു ദിവസമാണ്, ആഴ്ച ശുഭവാരമാണ്, നല്ല നക്ഷത്രമാണ്, ശുഭകാര്യങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന നക്ഷത്രമാണ്, വെളുത്ത പക്ഷത്തിലെ ഏതെങ്കിലും നല്ല തിഥിയാണ് എങ്കിൽ ആ ദിവസം ഏറ്റവും ഉത്തമമാണ്. ഇവിടെ ജ്യോതിഷം പഠിക്കുന്നവർ ചിലപ്പോൾ ഒരു സംശയം ചോദിക്കാം, ഈ പറയുന്ന സമയത്തെ രാശിയോ എന്ന്. കാരണം മുഹൂർത്തം നിശ്ചയിക്കുന്നത് രാശിയുടെ അടിസ്ഥാനത്തിലാണ്. തിഥി, കർണം, അതുപോലെ തന്നെ ആഴ്ച, ഈ പഞ്ചാംഗ വിധിപ്രകാരം. പഞ്ചാംഗം എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളുടെ ശുഭത്വവും പിന്നെ മുഹൂർത്ത നിയമം അനുസരിച്ച് ഏത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ശുഭത്വം നിശ്ചയിക്കുന്നതിന് കുറേ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളനുസരിച്ചായിരിക്കാം മുഹൂർത്തം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ വിവാഹത്തിനാണെങ്കിൽ ആകെ 11 നക്ഷത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും. അതുപോലെ ഊൺനാളുകൾ മാത്രം നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാശി സമയം ഒരു പക്ഷേ നല്ലതല്ലെങ്കിലോ എന്നൊരു ചോദ്യം വരാം. ഇവിടെ വാസ്തു മുഹൂർത്തം എടുക്കുമ്പോൾ ആ ദിവസവും ആഴ്ചയും അതുപോലെ തിഥിയുമൊക്കെ നല്ലതാണെങ്കിൽ, പ്രത്യേകിച്ച് രാശി മോശമായാലും ഗ്രഹ ആരംഭത്തിന്, വീട് പണി തുടങ്ങാൻ ഈ സമയം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നല്ല ദിവസവും നല്ല തിഥിയും നല്ല ആഴ്ചയും ഒന്നും അല്ലെങ്കിൽ അത് കൊള്ളാവുന്ന ഒരു ദിവസം നോക്കി എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം. അപ്പം ഞാനിത് പറഞ്ഞത് ഈ 10-ാം ഉദയം എന്ന് പറയുന്ന
ഉദയം, 10-ാം ഉദയം എന്ന് പറയുമ്പോൾ 10-ാമത്തെ ഉദയം എന്ന അത് 10 ഡിഗ്രിയിൽ വരികയാണെങ്കിലാണ് ഏറ്റവും അത്യുച്ചത്തിൽ വരുന്നത്. 10-ാമത്തെ ദിവസം എന്ന അർത്ഥത്തിലാണ് ആചാരങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ബുധനാഴ്ചയും 23-ാം തീയതിയും 24-ാം തീയതിയും പ്രധാനപ്പെട്ട ദിവസമാണ്. സൂര്യൻ്റെ ഉച്ചരാശി സ്ഥിതിക്കും പരമോച്ചത്തിനും വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.